തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് പരാതിയുമായി നടി ലക്ഷ്മിപ്രിയ കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന പേരിൽ മോശം പ്രചാരണം നടക്കുന്നുവെന്നാണ് ആരോപണം. ഓൺലൈൻ ചാനലുകൾക്കെതിരെ അടക്കമാണ് നടി പരാതി നൽകിയത്. 2 ദിവസത്തിനകം അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. ഒരു ക്യാമ്പയിനിങ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ട്. പിന്നെ എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നുണ്ട്. എനിക്ക് ഒരാളുടെയും ജീവിതം കളയാനായിട്ട് ആഗ്രഹമില്ല. ഇപ്പം എന്നെക്കുറിച്ച് നല്ല വീഡിയോസ് ചെയ്തിട്ട് അവർ അരി മേടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ വളരെ മോശമായിട്ട്, വളരെ ലജ്ജാകരമായിട്ടുള്ള, അസഭ്യമുള്ള തലക്കെട്ടുകളോട് കൂടിയിട്ടാണ് മിക്ക വീഡിയോസും. അത്രമാത്രം ടോർച്ചറിങ് ഏൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല. അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് എൻ്റെ സംശയങ്ങളുണ്ട്. ആ സംശയമുള്ള വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒപ്പം ഡിഫമേഷൻ കേസും പിന്നെ കൊടുക്കുകയാണ്. വിവരങ്ങളുമായി അബ്ദുൾ റഹീമാണ് ചേർന്നത്. അബ്ദുൾ, നമുക്കറിയാം ഈ അമ്മ സംഘടനയിലെ താരങ്ങൾക്കിടയിലെ പോര് മുറുകുകയാണ്. ലക്ഷ്മിപ്രിയ മുൻപും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന്. ഇപ്പോൾ പുതിയ ആരോപണം എന്താണ്? അഞ്ജലി, പ്രധാനമായും അൻസിബയും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയും കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുള്ള പോര് അത് ഒരു അവസാനമില്ലാതെ തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ ഫേക്ക് കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയും ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ കൊച്ചി സൈബർ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ ലക്ഷ്മിപ്രിയ ആരോപിക്കുന്നത്. ഈ സൈബർ അധിക്ഷേപം നടത്തുന്ന ഓൺലൈൻ ചാനലുകൾക്കും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും എതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. 1-2 പേരെ തനിക്ക് അറിയാം. അവരെയും മൊഴിയിൽ താൻ അവരുടെ പേരുകളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ദിവസത്തിനകം അൻസിബയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്നുകൂടി ലക്ഷ്മിപ്രിയ പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും അമ്മ സംഘടനയിലെ താരങ്ങൾ തമ്മിലുള്ള പോര് അത് മുറുകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. അതിനുള്ള താരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള താരങ്ങൾ ടിനി ടോം, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അമ്മ ഓഫീസിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ താരസംഘടനയ്ക്കുള്ളിലെ പ്രശ്നം ഒരു പര്യവസാനം ഇല്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്നാലും ഈ മാസം 21-ന് ജനറൽ ബോഡി ചേരുകയാണ്. ഈ ജനറൽ ബോഡിയിൽ താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് നിലപാടായിരിക്കും ജനറൽ ബോഡിയിൽ എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും താരസംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറികൾ വീണ്ടും ഉണ്ടാകുന്നു. അഞ്ജലി.